ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് കുറച്ച് ബിസി ഉണ്ടായ ഒരു ദിവസമാണ്. അങ്ങനെ ഞാൻ വിചാരിച്ച് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. അങ്ങനെ രാവിലെ തന്നെ എണിച്ചിട്ട് ഒരു ടിയാര ആക്കാണ്ടായി. ഒരു ബ്രൈഡൽ ഷവർ ഉണ്ട് നമുക്ക്. അങ്ങനെ ബ്രൈഡിന് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ടിയാര ഉണ്ടാക്കി. ഇത് ഫ്ലവറും പിന്നെ അതിൻ്റെ ഒരു കമ്പി അതെല്ലാം യൂസ് ആക്കിയിട്ട് ചെറുങ്ങനാക്കിയൊരു ടിയാര. അങ്ങനെ അതും ആക്കിയതിന് ശേഷം നേരെ പോയത് ബേക്കറിക്ക് കേക്ക് ഓർഡർ ആക്കാണ്ടായി. അങ്ങനെ ആടെ കേക്കിന് ഓർഡറും കൊടുത്തിട്ട് പിന്നെ വേറൊരു ഷോപ്പിൽ വന്ന് ആടെ നമുക്ക് ബ്രൈഡൽ ഷവറിന് ഡെക്കറേറ്റ് എല്ലാം ആക്കണ്ടേ. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ബലൂണും റിബണും ചെറിയൊരു ബ്രൈഡ് ടു ബി അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള റിബണെല്ലാം ആക്കി പിന്നെ കേക്ക് ഒന്ന് റെഡിയാക്കാണ്ട്. ഇത് നാളേക്ക് ഉണ്ടായ ഒരു ഓർഡർ. ഇത് ബ്രൈഡ് ടു ബിക്ക് പോകുന്നതിന് മുന്നേ റെഡിയാക്കിയിട്ട് വെച്ചത്. ആടുന്ന് വരുമ്പോഴേക്ക് എന്തായാലും ലേറ്റാവും. അപ്പോൾ വന്നിട്ടാക്കാൻ നിൽക്കണ്ടെന്നിട്ട് ഞാൻ എന്താക്കി ബിയോ റെഡിയാക്കിയിട്ട് തന്നെ ഫംഗ്ഷന് പോയത്. അങ്ങനെ ആടെ പോയി നമ്മൾ പിന്നെ ബലൂണെല്ലാം ഊതാൻ തുടങ്ങി, ഡെക്കറേഷൻ എല്ലാം ആക്കാൻ ബിയോ തുടങ്ങി. സർപ്രൈസ് തന്നെ നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ ഇങ്ങനത്തെയാണ് ഡെക്കറേഷൻ. അറിയുമല്ലോ ഇപ്പോൾ പിൻട്രസ്റ്റ് ഒരു ക്യൂട്ടായിട്ടുള്ള ഡെക്കറേഷൻസ് എല്ലാം ഇങ്ങനെയല്ലേ ഉള്ളത്. അങ്ങനെ ബലൂണെല്ലാം ഊതി അതിലേക്ക് റിബണും ആക്കിയിട്ട് ഒട്ടിച്ച് പിന്നെ ഇങ്ങനെയാണ് സെറ്റാക്കിയിട്ടുള്ളത്. ഒരു കേർട്ടനിലേക്ക് എല്ലാ ബലൂണും ഇങ്ങനെ വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് ബലൂൺസ് അവിടെ ബെഡിലും പിന്നെ അങ്ങനെ എല്ലാം ആക്കിയിട്ട് റെഡി ആക്കിയിട്ട് വെച്ച് ചെറുങ്ങനെ ഡെക്കറേഷൻ ആക്കിയിട്ട് അങ്ങനെ എല്ലാം സെറ്റായി കഴിഞ്ഞ് പിന്നെ ഉള്ള പണിയാണിത്. ബ്രൈഡ് വരുന്നതിനാട്ടി മുന്നേ ഈ ഡെക്കറേഷൻ ആക്കിയതെല്ലാം പോയി. ഇതെന്ത് കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡെക്കറേഷൻ എല്ലാം ആക്കിയിട്ട് കേക്ക് മേങ്ങാൻ പോകുമ്പോഴേക്കുണ്ട് കേക്കില്ല. ആടെ ഒരു ഷോപ്പിൻ്റെ ഒരു പറഞ്ഞ് വേറെ കൊടുത്ത്. പിന്നെ എന്താക്കാൻ ഞങ്ങൾക്ക് നേരെ പൊരുക്ക് വന്ന് നാളേക്ക് റെഡിയാക്കിയിട്ട് വെച്ച കേക്കിനെ ഇവിടെ ബ്രൈഡ് ടു ബിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയി ചെറുങ്ങനെ ഒരു ഡെക്കറേഷൻ ആക്കി നമ്മുടെ വാൾ ഡെക്കറേറ്റ് ആക്കിയതിൻ്റെ നേരെ തീമാക്കിയിട്ട് കേക്കും അങ്ങനെ പോലെ തന്നെ ഡെക്കറേറ്റ് ആക്കി. സമയം ഉണ്ടായിട്ടാന്നില്ലെങ്കിൽ ശ്വാസം വിടാൻ സമയമില്ല. ഈ കേക്ക് ഡെക്കറേറ്റ് ആക്കുന്നത് ആടുന്ന് വിളി വരുന്നത് കേക്കായ എന്നിട്ടുണ്ട്. ഇത് ഞാൻ പ്ലെയിൻ ഇങ്ങനെ ഫ്രോസ്റ്റിംഗ് ആക്കിയിട്ട് വെച്ച കൊണ്ടായി. അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ബ്രൈഡ് ടു ബിക്ക് കേക്ക് ഉണ്ടാവലായി. അങ്ങനെ ഞാൻ പണി കുറയ്ക്കാൻ വേണ്ടിയിട്ട് കേക്ക് ആക്കിയിട്ട് വെച്ച് ഇനിയിപ്പോൾ വന്നിട്ട് അതിൽ നാളത്തേക്കുള്ള ഓർഡർ അതിലാക്കണം. അങ്ങനെ പെട്ടെന്ന് അതും ബോക്സിലാക്കിയിട്ട് ഞാൻ ആർക്ക് കൊണ്ടുപോയി. ഇതാണ് നമ്മൾ സെറ്റപ്പ് ബ്രൈഡ് ടു ബീൻ്റെ. അവളുടെ ഡ്രസ്സും പിന്നെ സ്വീറ്റ്സ് എല്ലാം വെച്ചിട്ട് ഒരു അടിപൊളി ബ്രൈഡ് ടു ബി നമ്മൾ സെറ്റാക്കി കൊടുത്ത് മെഹന്തി വെക്കുന്ന അന്നാണ് നമ്മൾ ബ്രൈഡ് ടു ബി ആക്കിയത്. ഇത് പുതിനാട്ടിൻ്റെ അല്ല. ഇത് ഇനി നമ്മൾ ബ്രൈഡ് ടു ബി കഴിഞ്ഞിട്ട് പിന്നെന്ത് പണി ആടെയുള്ള എല്ലാവർക്കും മൈലാഞ്ചി വെക്കുന്നത്. അങ്ങനെ നാളെ മൈലാഞ്ചി ഫംഗ്ഷൻ, മെഹന്തി ഫംഗ്ഷന്, ഇന്ന് മൈലാഞ്ചി വെക്കുന്നത്. അങ്ങനെ ഞാൻ മൈലാഞ്ചിയെല്ലാം വെച്ചിട്ടായിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ ആടെയുള്ള കുറേ ആൾക്ക് മൈലാഞ്ചിയെല്ലാം വെച്ച് പിന്നെ അവിടെ കുറേ സമയം നിന്നിട്ട് കാരണം നാളേക്ക് കാലത്തൊക്കെ തന്നെ ഒരു കേക്ക് ഓർഡർ ഉണ്ടായി. അങ്ങനെ നേരെ പൊരുക്ക് വന്നിട്ട് ബിയോ കേക്കെല്ലാം റെഡിയാക്കിയിട്ട് ബേക്കാവാൻ വേണ്ടിയിട്ട് വെച്ച് ആ ബേക്കാവുന്ന ടൈമിൽ ഉമ്മാക്ക് മൈലാഞ്ചി വെച്ച് പിന്നെ ഞങ്ങൾക്കും മൈലാഞ്ചി വെച്ച്. അങ്ങനെ വന്നിട്ട് കേക്കും ബേക്കാക്കി ഉമ്മാക്കും ഞങ്ങൾക്കെല്ലാം മൈലാഞ്ചി വെച്ചിട്ട് നമുക്ക് 4 മണിയായി. അങ്ങനെ കേക്കിൻ്റെ ബാക്കി പണി പിറ്റേന്ന് രാവിലെ എണിച്ചിട്ടാക്കി. ഇതൊരു കസ്റ്റമൈസ്ഡ് കേക്ക് ഓരോന്ന് ഡിസൈൻ തന്ന് ഞാനാക്കി. അങ്ങനെ അതിൻ്റെ ഒക്കെ 4 കപ്പ് കേക്ക്സും ഉണ്ടായി പിന്നെ ഒരു ഗിഫ്റ്റും ഉണ്ടായി.